നമസ്തേ. നാട്ടുവരമ്പിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നഗരമാകെ ജൈവ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ വിജയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഒരു കാർഷിക കൂട്ടായ്മ. കഴിഞ്ഞ 5 വർഷമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന സ്വദേശി കാർഷിക വിപണിയിലൂടെ 100ഓളം കർഷകരാണ് അവരവരുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ മികച്ച വിലയിൽ വിറ്റഴിക്കുന്നത്. ഇതെൻ്റെ മകൻ അരവിന്ദ് കൃഷ്ണൻ. ഇതൊരു ജൈവ കർഷകരുടെ കൂട്ടായ്മയാണ്. ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, രാസവളങ്ങൾ ചേർക്കാത്തത്, കീടനാശിനികൾ ചേർക്കാത്ത സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരുന്നവയാണ് ഞങ്ങളിവിടെ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവരുന്നത്. ജൈവപരമായിട്ടുള്ള ഉൽപ്പാദനത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ജനത്തിനെ മനസ്സിലാക്കുന്നതിനും കൂടെ ആയിട്ടാണ് ഈ ഒരു മാർക്കറ്റ് തന്നെ ഇവിടെ. ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ്. ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റിൽ IITT എന്ന് ഗ്രാജുവേറ്റ് ആയതാണ്. അച്ഛനായാലും അമ്മയായാലും റിട്ടയർഡാണ്. രണ്ടുപേരും കൃഷിയിലോട്ട് മൊത്തത്തിൽ ഇപ്പം നിൽക്കുന്നവരാണ്. ഈ മാർക്കറ്റിനെ തന്നെ പറയുന്നത് ജൈവ മാർക്കറ്റ് എന്നാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും കൊണ്ടുവരുന്നത് വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. കേരള ഗാന്ധി സ്മാരക നിധിയിൽ ഫാം ജേർണൽസ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു സ്വദേശി കർഷക വിപണിയാണ്. അതുപോലെ അനന്തപുരി ജൈവ കൃഷി പഠന കളരിയും കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഇത് നമ്മുടെ ഇവിടെ എല്ലാ ശനിയാഴ്ചയുമാണ് നമ്മുടെ ഇവിടെ 9:30 മുതൽ 12 മണി വരെയാണ് നമ്മൾ ഈ കാർഷിക വിപണി നമ്മൾ നടത്തുന്നത്. ഞാനിവിടെ ഒരു 6 മാസത്തിനകത്തേ ആയുള്ളൂ ഇവിടെ വന്നിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്, ചീര, മുരിങ്ങയില, വീട്ടിൽ കരിങ്കോഴിയുണ്ട്. കരിങ്കോഴി, നാടൻ കോഴി, കാടക്കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുട്ടകളെല്ലാം കൊണ്ട് കൊടുക്കും. നമുക്ക് പുറത്ത് വിപണിയിൽ കൊടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഉള്ള വില ഡയറക്റ്റായിട്ട് കിട്ടാൻ കഴിയുന്നുണ്ട്. അതാണ് ഈ വിപണിയുടെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം വീട്ടിലെ സാധനങ്ങളാണ്. ഓർഗാനിക്കായിട്ട് തന്നെ നമ്മളുടെ ഗാർഡനിൽ, ബാക്ക് യാർഡിലും ഒക്കെ ആയിട്ട് വളർത്തുന്ന സാധനങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നത്. നമുക്ക് ആവശ്യമുള്ളത് പോയിട്ട് ബാക്കി ഇവിടെ കൊടുക്കുകയും നമുക്ക് വേണ്ട സാധനങ്ങൾ ബാക്കിയുള്ളവരിൽ നിന്ന് വാങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. തിരുവനന്തപുരം സിറ്റിക്കകത്ത് കൃഷി ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ്. ഞങ്ങൾക്ക് ഈ മാർക്കറ്റ് ഒരു അനുഗ്രഹമാണ്. എന്തെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ ഞങ്ങൾ കൊണ്ട് കടയിൽ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് തുച്ഛമായ പൈസയെ കിട്ടുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് മാന്യമായ രീതിയിലുള്ള വില കിട്ടുന്നു. എനിക്ക് 1 മണിക്കൂറിനകത്ത് ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ തീർന്നിരിക്കും. ജൈവ മലക്കറി മാത്രമാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ജൈവം അല്ലാതെ വേറെ ഒരൊറ്റ സാധനം കിട്ടില്ല. പ്യുവറായിട്ട് ഇവർ പലപ്പോഴും പരിശോധിക്കാറുണ്ട്. ജൈവത്തിലാണോ ഇവർ കൃഷി ചെയ്യുന്നത് നോക്കാൻ വീട്ടിൽ വന്ന് പരിശോധിക്കും. അതൊരു നല്ല കാര്യമാണ്. വീട്ടിൽ വന്ന് ബോധ്യപ്പെടും. ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്ന കർഷകർക്ക് ന്യായമായ വിലയിൽ വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും ലഭിക്കുക എന്നുള്ളതാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം വിഷം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിലേക്ക് വരികയാണ്. പക്ഷെ നമ്മുടെ കർഷകർക്ക് നമ്മുടെ തോട്ടത്തിൽ തന്നെ, നമ്മുടെ വീട്ടുമുറ്റത്ത് ടെറസിൽ ജൈവ രീതിയിൽ നല്ല രീതിയിൽ പഴവും പച്ചക്കറിയും കൃഷി ചെയ്ത് അതിവിടെ വിൽപ്പനയ്ക്ക് കൊണ്ടുവരാവുന്നതാണ്. ഞാൻ മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. 10 വർഷത്തോളമായി ഈ വിപണിയിൽ കൊണ്ടുവന്ന് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് ഈ വിപണിയിൽ നല്ലവണ്ണം വിറ്റഴിഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ കൊണ്ടുവരുന്നത് തക്കാളി, വെണ്ട, കത്തിരി, മുളക്, എല്ലാം പടവലം, വെള്ളരി, പാവയ്ക്ക,
ചിലതൊക്കെ കൂടുതൽ ഉണ്ടെങ്കിലേ കൊണ്ടുവരുള്ളൂ, ബാക്കിയൊക്കെ വീട്ടാവശ്യത്തിന് അങ്ങ് എടുക്കും. ജൈവ രീതിയിൽ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. 3.5 ഏക്കറോളം ഭൂമിയിൽ പല വിധത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നു. ഇങ്ങനെ ഒരു വിപണി ഇവിടെ കിട്ടിയത് ജൈവോൽപ്പന്നങ്ങൾ കൊടുക്കാനും അത് ഇഷ്ടപ്പെടുന്ന പലരും. മുട്ടയൊക്കെ നല്ലതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷമാണ് ഇവിടെ വരുന്നത്. ഉണ്ണിയപ്പം, അച്ചപ്പം അങ്ങനെ എല്ലാം ഉണ്ടാക്കും. അതൊക്കെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. നല്ല വില കിട്ടും, തരക്കേട്ടില്ലാതെ സന്തോഷത്തോടെ പോകുന്നു. മൂന്നര വർഷം കഴിയുന്നു. വിപണി തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ ഞാൻ വരുന്നുണ്ട്. വിഷം കലർന്ന പച്ചക്കറി എന്നൊക്കെ കേട്ട് പേടിച്ച് ഇവിടെ വന്ന് വാങ്ങിച്ചു തുടങ്ങിയതാണ്. ഇവിടെ വന്ന് ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം വേറെ ഏത് പച്ചക്കറി വാങ്ങിച്ച് വെച്ചാലും എനിക്ക് ആ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ വരില്ല. ഇവിടുത്തെ കറികൾ ഇതൊക്കെ പച്ചക്കറികളൊക്കെ വെച്ച് കൂട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളത് ഉപയോഗിച്ചാലേ ഇത് മനസ്സിലാവൂ. ഇത്രയും നല്ലൊരു വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓർഗാനിക് വെജിറ്റബിൾ ഫോറം ഇവിടെ ഒരിടത്തും ഇല്ലെന്ന് തന്നെ പറയാം. ഇതെല്ലാം അവരവരുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് കൊണ്ടുവന്ന് ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. അത് സർവീസായിട്ട് തന്നെ എടുക്കണം. ആക്ച്വലി ബിസിനസ്സായിട്ടല്ല, സർവീസായിട്ടാണ് അവരും എടുക്കുന്നുണ്ട്. വാങ്ങിക്കുന്നവരും അങ്ങനെ കരുതിയാണ് മേടിക്കുന്നത്. വിഷരഹിതമായി മനുഷ്യൻ ജീവിച്ചാൽ മാത്രമേ മനുഷ്യന് ശാശ്വതമായ ജീവിതവും ആരോഗ്യവും ഉള്ളൂ എന്നുള്ളത് വലിയൊരു സന്ദേശം കൂടിയാണ് ഈ കാണുന്ന സ്റ്റാളുകളിലൂടെയൊക്കെ പൊതുജനത്തിനും സമൂഹത്തിനും കൈമാറപ്പെടുന്നത്. വിഷരഹിതമായ ജീവനത്തിന് വിഷരഹിതമായ ആഹാരം വേണം, വിഷരഹിതമായ ആഹാരത്തിന് വിഷരഹിതമായ കൃഷി വേണം, അതിനുള്ള സന്ദേശം വേണം. ആ ഒരു മഹത്തായ സേവനമാണ് ഈ ഫോറം നൽകുന്നത്. സ്വദേശി കാർഷിക കൂട്ടായ്മയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കാൻ കാർഷിക വിദഗ്ധർ അടങ്ങുന്ന സമിതി വീടുകളിലെത്തി കൃഷിയിടങ്ങൾ പരിശോധിക്കുന്നു. കർഷകർ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ഈ വിപണിയിൽ ഡിമാൻഡ് കൂടുതലാണ്. ഫാം ജേർണലിസ്റ്റ് ഭാരത്തിൻ്റെ പേരിൽ ഇവിടുത്തെ വിപണി, സ്വദേശി വിപണിയിൽ ഒരു 2.5 വർഷമേ ആയിട്ടുള്ളൂ വന്നിട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര സംതൃപ്തി തരുന്ന ഒരു വിഷയമാണ്. കാരണം സ്വന്തം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അത് സ്വയം വിപണനം നടത്താനുമുള്ള ഒരു വലിയ സൗകര്യം, അത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ജൈവ കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പറമ്പിൽ തന്നെയാണ്. അതിൽ ഞാൻ പല വെറൈറ്റികളുണ്ട്. ഇവിടെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു, പക്ഷേ കുറേ സാധനങ്ങളൊക്കെ പോയി കഴിഞ്ഞു. ഇത് ഒരു കൂട്ടായ്മയും കൂടെയുണ്ട്. ഇതിൽ ഞങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വിത്തുകൾ ആവശ്യക്കാർക്കെല്ലാം കൊടുക്കാറുണ്ട്. അവരെ കൊണ്ട് കൂടുതൽ ഉൽപ്പാദനം നടത്തിക്കാനും ഉള്ള ഒരു പ്രചോദനവും കൊടുക്കാറുണ്ട്. പ്രധാനമായിട്ടും ഇത് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, നാട്ടുകാർക്ക് ന്യായമായ വിലയ്ക്ക് വിഷരഹിതമായ പഴങ്ങളും പച്ചക്കറികളും നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. ധാരാളം രോഗികളും പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളും അവരുടെ ബന്ധുക്കളും ഇവിടെ വരാറുണ്ട്. അപ്പം അല്ലാതെ തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ എല്ലാ ശനിയാഴ്ചയും വരാറുണ്ട്. വളരെ അടുക്കും ചിട്ടയുമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നടന്നു പോവുകയാണ്. മാർക്കറ്റിൻ്റെ പേര് തന്നെ ആദ്യം തന്നെ പറയാം, ജൈവ മാർക്കറ്റ് എന്നാണ്. ഇവിടെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും കൊണ്ടുവരുന്നത് തന്നെ ജൈവമായിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ വീട്ടുൽപ്പന്ന സാധനങ്ങളുമാണ് കൊണ്ടുവരുന്നത് ഇവിടെ.
പിന്നെ ഇപ്പം തന്നെ അറിയാം നമുക്ക് നമ്മുടെ പുറത്തുള്ള നമ്മുടെ സാധാ മാർക്കറ്റുകളിൽ തന്നെ പച്ചക്കറികളായാലും പഴങ്ങളായാലും കിട്ടുന്നത് എത്ര രാസവളങ്ങൾ ഉണ്ടാകുന്നതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് നല്ലൊരു സാധനം മറ്റുള്ളവരിൽ എത്തിക്കുമ്പം അതിൽ നമുക്കും ഒരു സംതൃപ്തി തോന്നും. അവർ ഈ ഓർഗാനിക് കൃഷി നമ്മൾ പറയുന്നത് ഉറപ്പാക്കാൻ വേണ്ടി വീട്ടിൽ പരിശോധനയ്ക്ക് വരും. അന്നേരം നമ്മുടെ ഗാർഡനിൽ എന്തെങ്കിലും രാസവസ്തുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവർ നോക്കും. പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് നമ്മുടെ ഗാർഡനിൽ തന്നെ ഉള്ളതാണോ എന്നൊക്കെ അവർ പരിശോധിക്കാറുണ്ട്. ഞാൻ വിജയ ഭാസ്കർ, എൻ്റെ ഹസ്ബൻഡ് ഭാസ്കരൻ നായർ, സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു. ഞങ്ങൾ 11 വർഷമായിട്ട് കൃഷി ചെയ്യുകയാണ്. ആ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പോൾ 5 വർഷമായിട്ട് ഈ സ്വദേശി കാർഷിക വിപണിയിൽ ഞങ്ങൾ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. പിന്നെ ഈ വിപണി തുടങ്ങി അന്ന് തൊട്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ആവശ്യം കഴിഞ്ഞുള്ള പച്ചക്കറികൾ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. നമ്മൾ ഓർഗാനിക് ഷോപ്പിൽ പോയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ വില കൊടുക്കണം നമുക്ക്. ഇതാകുമ്പോൾ ഇവർ നമ്മളെപ്പോലെ വീടുകളിൽ കൃഷി ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവർക്കും ഒരു പ്രൊമോഷനാവും. നമ്മൾ വന്നിങ്ങനെ അവർക്ക് കൊടുക്കുമ്പോൾ ഒരു എൻകറേജ്മെൻറ്റ്. ഞാൻ കിയാര ഓർഗാനിക്സ് എന്ന പേരിൽ ഓർഗാനിക് പ്രോഡക്റ്റ്സാണ് സെയിൽ ചെയ്യുന്നത്. എല്ലാ സാറ്റർഡേയും ഞാനിവിടെ വരാറുണ്ട്. ഞങ്ങളുടെ ഇതെല്ലാം ഹോം മെയ്ഡ് പ്രോഡക്ട്സ് കംപ്ലീറ്റ്ലി ഓർഗാനിക് പ്രോഡക്റ്റ്സ് ആണ്. ഓർഗാനിക് സോപ്പുകൾ, രാമച്ചം, നാൽപ്പാമരം, പപ്പായ, ക്യാരറ്റ്, നീം, തുളസി അതൊക്കെ ചേർത്തുണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് ആണ്. അത് ഫുള്ളി ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ റേറ്റ് മറ്റുള്ള കെമിക്കൽ പ്രോഡക്ട്സിനേക്കാൾ അല്പം കൂടി കൂടുതലായിരിക്കും. പക്ഷേ എങ്കിലും നല്ല സാധനം കൊടുക്കുമ്പോൾ നല്ല മാർക്കറ്റ് നല്ല വിലയും ഇവിടുന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ ആഴ്ചയിലും. 1-2 വർഷമായിട്ട് വാങ്ങിക്കുന്നുണ്ട്, ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. അതിൻ്റെ വ്യത്യാസം പ്രകടമായിട്ട് അറിയാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസം. നമുക്കൊരു മനസ്സംതൃപ്തി വരും അത് വാങ്ങിച്ച് കഴിക്കുന്നത്. പലപ്പോഴും ലേറ്റായിട്ട് വരുമ്പോൾ കിട്ടില്ല, അതാണ് പ്രശ്നം. നമ്മുടെ മില്ലറ്റിൻ്റെ പ്രോഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത്. ഫോക്സ് ടെയിൽ, തേന, ലിറ്റിൽ മില്ലറ്റ്, ചാമ, അങ്ങനെ പലതരം മില്ലറ്റുകളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അരിയും ഗോതമ്പ് അധികം കഴിക്കുന്നതിനെക്കാട്ടിലും ഈ ചെറുധാന്യങ്ങൾ കുറച്ച് കഴിച്ചാൽ മതി. അതിന് ഫില്ലിങ്സിനും അതിന് അത്രമാത്രം ഔഷധ ഗുണങ്ങളുണ്ട്. ഒരു മില്ലറ്റിൻ്റെ കൂടെ വേറൊരു മില്ലറ്റ് മിക്സ് ചെയ്യാതെ ആ പ്യുവറായിട്ട് ആ ഒരു നാച്ചുറൽ ഇതിൽ തന്നെ നമ്മൾ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മളെപ്പോലെ സിറ്റിയിൽ 4-3 സെൻറ്റിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക്, അതുപോലെ എന്നെപ്പോലെ ജോലി ചെയ്യുന്ന, അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓഫീസിൽ ജോലിക്ക് പോകുന്നവർക്ക് ഇത് നല്ല ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതും ഇവിടുത്തെ കഴിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്തെ സ്വദേശി കാർഷിക കൂട്ടായ്മയ്ക്ക് എല്ലാ ശനിയാഴ്ചകളും ഉത്സവ ദിനങ്ങളാണ്. ഒരാഴ്ചക്കാലത്തെ പ്രയത്നത്തിൻ്റെ ഫലമായി ഈ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളും അതിൻ്റെ മൂല്യവർദ്ധിത വസ്തുക്കളും ഈ വിപണിയിലൂടെ വേഗം വിറ്റഴിക്കുന്നു. ഈ ഗാന്ധിയൻ തത്വചിന്ത തന്നെ വിഷരഹിത സമൂഹവും വിഷരഹിത ജീവനുമാണ്. അതിന് ഏറ്റവും ഫലപ്രദമായി നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്ന ഒന്നാണ് ഈ ഫാം ജേർണലിസ്റ്റ് ഫോറം. വിഷരഹിത ഭക്ഷണം ആരോഗ്യകരമായ ജീവിതത്തിന് ഏറ്റവും വലുതാണെന്ന് പ്രചരിപ്പിക്കുകയല്ല, അവർ പ്രവർത്തിച്ച് സന്ദേശമായി സമൂഹത്തിന് കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഈ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ 87 പേര് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ
ഒരു 30 മുതൽ 35 വരെ ഉള്ള അംഗങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയും ഇവിടെ പങ്കെടുക്കും. കോർപ്പറേഷൻ പരിധിയിൽ ഉള്ളവരാണ് ഇത് നടത്തുന്നത്. അവർ പ്രധാനമായിട്ടും മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവരാണ്. ജൈവ കൃഷിയാണ്. പഴം പച്ചക്കറികളുടെ ഒരു ശേഖരമാണ് ഈ സ്വദേശി കർഷക വിപണിയിൽ നമ്മൾ നടത്തുന്നത്. വീട്ടിൽ ജൈവ പച്ചക്കൃഷിയാണ്, പിന്നെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കില്ല. ഇത് നമ്മുടെ ഓരോ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. പുതിയ അംഗങ്ങളാണെങ്കിൽ പുതിയ അംഗങ്ങൾക്ക് അതിൻ്റെ അപേക്ഷാ ഫോറം ഉണ്ട്. അത് പരിശോധിച്ച് നമ്മളത് ജൈവ കൃഷിയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കും. എങ്കിൽ മാത്രമേ നമ്മളിവിടെ അനുമതി കൊടുക്കുകയുള്ളൂ. മേശയും കസേരയും കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മളൊരു നോമിനൽ എമൗണ്ടാണ് ചാർജ് ചെയ്യുന്നത്. ഒരു മെമ്പർഷിപ്പ് രജിസ്ട്രേഷനായിട്ടും ഒരു തുക നമ്മൾ ഈടാക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ കൊണ്ടുവരുന്നത് കരിങ്കോഴിയുടെ മുട്ടയാണ്. കാര്യം വെച്ചാൽ എനിക്കൊരു അപകടം പറ്റി ആ കരിങ്കോഴി വെച്ചുള്ള മുട്ടയുടെ ഇത് വെച്ചുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ജീവിക്കാൻ പറ്റുന്നത്. ഞാൻ എന്ന ആ ആരംഭഘട്ടത്തിൽ ഒരു മുട്ടയ്ക്ക് ഞാൻ 50 രൂപ കൊടുത്താണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോഴും ഞാനത് കൊടുക്കുന്ന വെറും 20 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. കാര്യം ഒരു സേവനം എന്നുള്ള നിലയ്ക്കാണ്. അവരവർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ അവരുടെ വീട്ടാവശ്യം കഴിഞ്ഞ്, അതായത് 1/2 കിലോ വെണ്ടയ്ക്കെങ്കിൽ 1/2 കിലോ വെണ്ടയ്ക്ക അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. അതിൽ എല്ലാവരും കൂടുതൽ ആൾക്കാരും മട്ടിപ്പാവിൽ കൃഷി ചെയ്യുന്നവരും കൂടെയാണ്. ആദ്യം തുടങ്ങിയ സമയം തൊട്ട് വരുന്നുണ്ട്. ഞാൻ മെയിനായിട്ടും ഫുഡ് ഐറ്റംസ് വീട്ടിലുണ്ടാക്കുന്ന ഇതായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, പിന്നെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളും അത്യാവശ്യത്തിനുള്ള പച്ചക്കറികളും ഉണ്ട്. അപ്പം അതെല്ലാം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ വരുന്നതൊരു പ്രത്യേകിച്ചൊരു ഞങ്ങൾക്കൊരു സന്തോഷവും കൂടെയാണ്. ഞങ്ങൾക്കൊരു ചെറിയ പല അസുഖങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അതിനെയൊക്കെ ഞങ്ങൾ അതിജീവിച്ച് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം ഒരു പ്രത്യേകതയാണ്. വില നിശ്ചയിക്കുന്നത് മാർക്കറ്റിലുള്ള വിലയും മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ വിലയും താരതമ്യം ചെയ്തിട്ട് ഒരു തുക നമ്മൾ ഏർപ്പാടാക്കും. അതിലാണ് നമ്മൾ വിലവിവര പട്ടിക കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും വിലവിവര പട്ടിക അനുസരിച്ചുള്ള വിലയാണ് ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഈടാക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 75% ആൾക്കാരും മുന്നോട്ട് വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർ നല്ല സാധനം കണ്ടാലും വില കൂടുതലാണെന്ന് പറഞ്ഞ് അവർ വേണ്ടാന്ന് വയ്ക്കും. അതിനൊരു മാറ്റം ഉണ്ടാവും. അതിൻ്റെ ഒരു ചെറിയൊരു മൂവ്മെൻ്റാണ് ഇതായി കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ തലേദിവസം തന്നെ ഓരോരുത്തരും കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ അതിലിടുകയും അതിൽ കസ്റ്റമേഴ്സും അംഗങ്ങളാണ്. അപ്പോൾ അവർക്കെല്ലാം ഇത് കാണാനും കഴിയും. അവർക്ക് അവരുടെ ആവശ്യം അനുസരിച്ച് ഓരോരുത്തരുടെയും നിന്നും വന്ന് കറക്റ്റായിട്ട് വാങ്ങാനുള്ള സൗകര്യവും അങ്ങനെ ഗ്രൂപ്പ് വഴി അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോഴും ഓരോ ആഴ്ചയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആരെല്ലാം ശനിയാഴ്ച ഏതെല്ലാം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നു അത് വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശമായിട്ടിടണം. അപ്പോഴും ആ ഗ്രൂപ്പിലുള്ള മറ്റംഗങ്ങൾക്കെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഈ ആഴ്ച ഇന്ന ഉൽപ്പന്നങ്ങളാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് കർഷകർ അവിടെ വരികയും അത് വാങ്ങിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ 9:30 തുടങ്ങിയാൽ ഒരു 10:30 എല്ലാ ഉൽപ്പന്നങ്ങളും വിൽറ്റ് പോവുകയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ഗുണഭോക്താക്കൾ ഇവിടെയുണ്ട്. റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറി ജയകുമാർ സാർ ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഈ പരിപാടി തിരുവനന്തപുരത്ത് മാത്രം നടത്തിയാൽ പോരാ, കേരളം ഒട്ടുക്ക് ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കണം, അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത്ര എളുപ്പമുള്ള സംഗതിയല്ല, എന്നിരുന്നാലും കുറേശ്ശെ നമുക്കത് ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ കോട്ടങ്കൽ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. എൻ്റെ സ്കൂളിലും ഇവരുടെ ധാരാളം സഹായങ്ങൾ സ്കൂൾ തലത്തിൽ ചെയ്യാവുന്ന നമ്മുടെ അടുക്കള പച്ചക്കറിത്തോട്ടം, അതുപോലെ സ്കൂളിലെ പിന്നെ ഓണപ്പൂക്കളത്തിനുള്ള പൂക്കൾ, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയത് ഇവരുടെ സഹായത്തോടെയാണ്.
ആരോഗ്യമുള്ള ഒരു ജനത ഉണ്ടാകണമെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണക്രമം വേണം. അതിനുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു സ്ഥലമായി ഇത് മാറുകയാണ്. പക്ഷേ അത് എത്രത്തോളം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വെറുമൊരു ജൈവ കാർഷിക വിൽപ്പന കേന്ദ്രം മാത്രമല്ല തിരുവനന്തപുരം തൈക്കാട് പ്രവർത്തിക്കുന്ന സ്വദേശി കാർഷിക വിപണി. ജൈവ കാർഷിക അറിവുകൾ പങ്കിടുന്ന ഒരു വേദി കൂടിയാണ് ഇവിടെ. ഓരോ ആഴ്ചയും ഇവിടെ നടക്കുന്ന കാർഷിക ഒത്തുചേരൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തിൻ്റെ തിരിച്ചുപിടിക്കൽ കൂടിയാണ്. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്തേ.